ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇനി 4-5 മാസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ ചില അജണ്ടകൾ BJP സെറ്റ് ചെയ്യുകയാണ്. അതിൽ പ്രധാനമാണ് രാമക്ഷേത്രം. അതോടൊപ്പം തന്നെ മറ്റൊരു ഉദ്ഘാടനത്തിൻ്റെ വിവരവും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. നെഹ്റു മുതൽ മൻമോഹൻ സിംഗ് വരെയുള്ള മുൻ പ്രധാനമന്ത്രിമാർക്കൊപ്പം ഡൽഹി തീൻമൂർത്തി ഭവനിൽ നരേന്ദ്രമോദിക്കും മ്യൂസിയം ഒരുങ്ങുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴാണ് 2000-ഓളം ചതുരശ്ര അടി വിസ്തൃതിയിൽ തിരക്കിട്ട് മോദിക്കായി ഗാലറി നിർമ്മിക്കുന്നത്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള നീക്കമാണിതെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നുണ്ട്. കഴിഞ്ഞ ജൂണിൽ നെഹ്റു ലൈബ്രറി പ്രധാനമന്ത്രി ലൈബ്രറിയാക്കി മാറ്റിയതിനെതിരെയും കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ രൂക്ഷ വിമർശനം ഉയർത്തിയിരുന്നു. പ്രധാനമന്ത്രി സംഗ്രഹാലയത്തിന്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് 3 പ്രധാനമന്ത്രിമാരെ സംഭാവന ചെയ്ത ഗാന്ധി കുടുംബത്തിലെ ആർക്കും ക്ഷണമുണ്ടായിരുന്നില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മോദി എന്ന ഒറ്റ നേതാവിനെ ഉയർത്തിക്കാട്ടിയുള്ള BJPയുടെ പ്രചരണത്തിന്റെ ഭാഗമായാണ് മ്യൂസിയവും എന്നതാണ് കോൺഗ്രസിന്റെ വിമർശനം. അതേസമയം വിമർശനങ്ങൾ ഗൗനിക്കാതെ ജനുവരി 17-ന് മ്യൂസിയം ജനങ്ങൾക്ക് തുറന്നു നൽകാൻ ഒരുങ്ങുകയാണ് അധികൃതർ. 16 വർഷം ജവഹർലാൽ നെഹ്റു താമസിച്ച തീൻമൂർത്തി ഭവൻ നെഹ്റുവിന്റെ 75-ാം ജന്മദിനത്തിലാണ് മ്യൂസിയമാക്കി രാജ്യത്തിന് സമർപ്പിക്കുന്നത്. നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായതിനു പിന്നാലെ നവീകരിച്ച് പേരുമാറ്റി ഇത് പ്രധാനമന്ത്രി സംഗ്രഹാലയമാക്കി മാറ്റി. നെഹ്റു മുതൽ മൻമോഹൻ സിംഗ് വരെയുള്ള മുൻ പ്രധാനമന്ത്രിമാരുടെ സംഭാവനകളും ജീവിതവുമാണ് പ്രദർശനത്തിലുള്ളത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കെ 2000 ചതുരശ്ര അടിയിൽ പുതിയ കെട്ടിടത്തിൽ മോദിക്കായി വൻ ഗാലറിയാണ് ഒരുങ്ങുന്നത്. പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ മേൽനോട്ടത്തിലാണ് ധൃതിയിൽ ഗാലറി നിർമ്മാണം. താഴത്തെ നിലയിൽ നിന്നും ഗാലറിയിലേക്കുള്ള വഴിയിൽ 2014 മുതൽ രാജ്യം കൈവരിച്ച നേട്ടങ്ങൾ നിരയായി പ്രദർശിപ്പിച്ചിട്ടുണ്ട്. നോട്ട് നിരോധനം, സർക്കാരിൻ്റെ കാലത്തെ നിയമനിർമ്മാണങ്ങളൊക്കെ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിലവിലുള്ള 22 ഗാലറികളിൽ ഏറ്റവും വലുതാണ് മോദി ഗാലറി. ഭീമൻ LED വാളുകളിലായി മോദിയുടെ ബാല്യകാലം മുതൽക്കുള്ള ജീവിതത്തെക്കുറിച്ചുള്ള പ്രദർശനമുണ്ട്. വിവിധ ഇൻസ്റ്റാളേഷനുകളുണ്ട്. പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന ഉൾപ്പെടെ നടപ്പാക്കിയ പ്രധാന പദ്ധതികൾ വീഡിയോ രൂപത്തിലും പ്രദർശിപ്പിക്കുന്നുണ്ട്. മോദിയുടെ വിദേശ യാത്രകളെക്കുറിച്ച് പ്രത്യേക പ്രദർശനവുമുണ്ട്. അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കവേ വോട്ട് മാത്രം ലക്ഷ്യമാക്കിയുള്ള BJP തന്ത്രമാണിതെന്നാണ് കോൺഗ്രസിന്റെ വിമർശനം.